സ്പെയിന് കാപ്പ വേർഡ് അല്ലെങ്കിൽ കോബ വേർഡ് എന്ന് പറഞ്ഞുള്ള ടീമിനെതിരെ സമനില ഫസ്റ്റ് മാച്ച് വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് സമനില നേടിയ സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് ഉറ്റു നോക്കി ആ ഒരു ഗ്രൂപ്പ്. കാരണം സ്പെയിൻ ഇനി എങ്ങാനും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവുമോ? വരാൻ ചാൻസ് ഇല്ല. കാരണം അപ്പുറത്ത് മറ്റേ സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ മാച്ച് സമനിലയിൽ കുടുങ്ങി. ഉറുഗ്വേ എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ അത്ര മോശം ടീമൊന്നുമില്ല. അത്യാവശ്യം ഒരു ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ടീം തന്നെയാണ് ഉറുഗ്വേ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഇനി എന്താവുക എന്നൊക്കെയുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യ ഉറുഗ്വേ ഒരു ടൈറ്റ് മാച്ചായിരുന്നു. സോ സ്പെയിന് നെക്സ്റ്റ് ഉള്ളത് സൗദി അറേബ്യ ആയിരുന്നു. ഏറ്റവും ഈസി ആയിട്ടുള്ള മാച്ച് കോപ്പ വേർഡ് ആയിരുന്നു. പക്ഷേ അവരായിട്ട് സമനിലയിൽ കുടുങ്ങി. അപ്പം ഇനി അടുത്ത മാച്ച് അങ്ങനെ ഏതെങ്കിലും പരാജയപ്പെടാൻ ചാൻസ് ഉണ്ടോ അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അല്ല, സ്പെയിൻ ഈസ് ലിറ്ററലി കിൽഡ് സൗദി അറേബ്യ. നെക്സ്റ്റ് മാച്ചിൽ സൗദി അറേബ്യനെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ലിറ്ററലി 4-0 എന്നുള്ള സ്കോറിന് കില്ല് ചെയ്തു. ആദ്യത്തെ ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുന്നേ തന്നെ 3 ഗോൾ സ്കോർ ചെയ്തു. ലമീൻ യമാലൊക്കെ തിരിച്ചു വന്ന് കണ്ട് ഒരു നല്ല ഒരു ടീം പെർഫോമൻസ് സ്പെയിൻ്റെ വന്ന് നമുക്ക് കാണാൻ പറ്റി. അബ്സല്യൂട്ട്ലി ഡോമിനേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വൺ സൈഡഡ് മാച്ച് എങ്ങനെയാണ് വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ പറ്റിയത്, അതുപോലൊരു മാച്ച്. ഇപ്പോൾ സ്വീഡൻ വേഴ്സസ് നെതർലാൻഡ്സ് മാച്ച് 5-1 എന്നുള്ളൊരു സ്കോറിന് ഹോളണ്ട് ജയിച്ചു, നെതർലാൻഡ്സ് ജയിച്ചു. പക്ഷേ ആ ഒരു മാച്ച് ഒരിക്കലും ഒരു വൺ സൈഡഡ് മാച്ച് അല്ലായിരുന്നു. ഓക്കെ, 5-1 എന്നുള്ളൊരു സ്കോർ ആണെന്നുണ്ടെങ്കിൽ അതൊരു വൺ സൈഡഡ് മാച്ച് അല്ലായിരുന്നു. നല്ലൊരു ത്രില്ലിംഗ് മാച്ചായിരുന്നു. പക്ഷേ സ്വീഡനിന് നല്ലപോലെ ഫിനിഷിംഗ് കണ്ടെത്താൻ പറ്റിയില്ല. ഇസാക്കിനായാലും ഗ്യോക്കറസിനായാലും അത്രയധികം ഫിനിഷിംഗ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ആ സ്കോർ അങ്ങനെ ആയത്. ഓക്കെ, നല്ലൊരു മാച്ചായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതൊരു വൺ സൈഡഡ് മാച്ചായിരുന്നു. ഒരു ഹാഫ് ടൈം 60 മിനിറ്റൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ കളി കാണാനുള്ള മൂഡ് പോയി. കാരണം കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ആയി കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ചായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര രസമായിരുന്നു. ഇവർ തുടക്കത്തായത് 20 മിനിറ്റ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം ഗോളടിക്കുക. സൗദി അറേബ്യ ചെറുതായിട്ടൊന്നും ട്രൈ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വലിയ ട്രൈകളൊന്നും സൗദി അറേബ്യൻ്റെ വന്നില്ല. ആദ്യം തന്നെ ഓയർസബാലിൻ്റെ ഒരു അസിസ്റ്റിൽ നിന്നും ലമീൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. എനിക്ക് തോന്നുന്നു ലമീൻ യമാലിൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് ഗോളാണ്. 18 വയസ്സും 463 ദിവസവും അങ്ങനെ കണ്ടായിട്ടാണ് ഈ ഒരു ലമീൻ യമാലിൻ്റെ ഗോൾ സ്കോർ ചെയ്യുന്നത്. അത് മെസ്സിയാണ് കുറച്ചും കൂടി യങ് ആയിട്ടുള്ളത്. ഓക്കെ, ലമീൻ യമാൽ അതിൻ്റെ മുകളിലാണ്. സോ എന്താ പറയുക, യമാൽ ആ ഒരു 18 വയസ്സിൽ ഈ ഒരു സ്പെയിനെ ക്യാരി ചെയ്യുക എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം സ്പെയിന് യമാലിന് വേണ്ടി വന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്ന് പേടിച്ചിരുന്നു സ്പെയിൻ്റെ ഓഡിയൻസ് ഈ ഒരു ഗ്രൂപ്പിൽ ഇനി എന്താകും. കാരണം ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാച്ച് സമനിലയിൽ കുടുങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ മോശമല്ല, ലമീൻ യമാൽ തിരിച്ചു വന്നു. സ്പെയിനിന് കയറാനുള്ള ആദ്യത്തെ ഗോൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞത് യമാലല്ല, ഓയർസബാലാണ്. ആ ഒരു ഓയർസബാലിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ലമീൻ യമാൽ ഗോൾ സ്കോർ ചെയ്ത്. അത് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഒരു കോർണറിൻ്റെ ഇടയിൽ ഓയർസബാൽ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ സൗദി അറേബ്യൻ്റെ ഒരു മിസ് പാസ് ചെയ്തൊരു ബോളിൽ ഓയർസബാൽ വീണ്ടും ഗോൾ സ്കോർ ചെയ്യുന്നു. ഇത് ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ മുന്നേ, ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്കില്ല 20-25 മിനിറ്റിൻ്റെ ഇടയിലുള്ള, അതിൻ്റെ മുന്നേ തന്നെ 3 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്പെയിൻ ഏതാണ്ട് ജയം ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളും കൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അസിസ്റ്റിൽ നിന്നും ആരായിരുന്നു ഇത് എനിക്ക് ഓർമ്മയില്ല, ഒരു ഗോളും കൂടെ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൗദി അറേബ്യൻ്റെ വന്നൊന്നും നല്ലൊരു അറ്റാക്ക് ഇല്ലായിരുന്നേ. ആ ഒരു 10ാം നമ്പർ സാലിമിൻ്റെ വന്നിരുന്നാലും നല്ലൊരു അറ്റാക്ക് ഇല്ലായിരുന്നു. ഇവരൊരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ, ഒരു ഡിഫൻസീവിൽ പോരാ, പെട്ടെന്ന് സ്പ്ലിറ്റായി പോവുക, മിഡിലൊരു കൺട്രോൾ ഇല്ല. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 11 നിന്നും ഗാവിനും പിന്നെ അതുപോലെ ഫാബിയൻ റൂയിസിനെ എടുത്ത് മാറ്റിയത് ഓക്കെ. അപ്പോൾ ആ സ്ഥാനത്തോട്ടാണ് ഡാനി ഓൾമോനെ കൊണ്ടുവന്നത്, നല്ലൊരു കാര്യം. പക്ഷേ ഗാവിനെടുത്ത് മാറ്റിയത് നല്ലൊരു കാര്യം പറയാലോ. കാരണം ഗാവിൻ ആ ഒരു ലെഫ്റ്റ് ഫോർവേഡിലേക്കാണ് പുള്ളി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെയിനിൻ്റെ കോച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് ബാങ്കാണ് ഗാബിനൊക്കെ ലെഫ്റ്റ് ഫോർവേഡിൽ ഇറക്കിയതെന്ന് എനിക്കറിയില്ല. ഈസ് മിഡിൽ അടിപൊളി പ്ലെയറാണ്. നല്ല ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് പ്ലെയർ തന്നെയാണ് ഗാവി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോർവേഡിലൊക്കെ പുള്ളിയെ കളിപ്പിച്ചിട്ട്, അതും ഇപ്പോൾ ബയാനയായിരുന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാച്ചിൽ ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് ഉണ്ടായിരുന്നത്. ബയാന അവിടെയുണ്ട്, നിക്കോ വില്യംസ് അവിടെയുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് നിക്കോ വില്യംസിന് ഇഞ്ചുറിയുടെ പ്രശ്നമാണെന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബയാനയോ നല്ല കളി കളിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ചിലപ്പോൾ കാപ്പ വേർഡ് അല്ലേ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഇറക്കിയതായിരിക്കും അങ്ങനെ. പക്ഷെ എന്തായാലും അന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിൽ പുള്ളിക്ക് മനസ്സിലായി, ഫാൻ്റെയൊക്കെ മനസ്സിലായി, നോക്കിയിട്ട് കാര്യമില്ല, വേൾഡ് കപ്പാണ്, ഓരോ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർ ഇറക്കാൻ തുടങ്ങിയത്. പക്ഷേ നിക്കോ വില്യംസിനെ സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഇറക്കിയത്. ഗോൾ കീപ്പർ സ്റ്റിൽ ഉനൈ സൈമണിനെ തന്നെയാണ് ഇറക്കിയത്. രായിനെയല്ല, യോൻ ഗാർസിയനല്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ഒറ്റ ഗോൾ ഇതുവരെ വഴങ്ങിയിട്ടില്ല ഉനൈ സൈമൺ എന്ന് പറഞ്ഞ പ്ലെയർ. സോ അത്രയധികം ചലഞ്ചും വന്നിട്ടില്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. പിന്നെ ഡിഫൻസിൽ പിന്നെ അതുപോലെ കുബാർസിയും ലപ്പോട്ടയും, റൈറ്റ് വിങ്ങിൽ പറയാം അങ്ങനെ എന്തോ ഒരു പുള്ളി, ലെഫ്റ്റിൽ കുക്കുറല്ല, അവിടെ മിഡ് റോഡ്രിയും പിന്നെ അതുപോലെ ഡാനി ഓൽമോയും, പിന്നെ പറയായിരുന്നു പെഡ്രി.
ഫോർവേഡിൽ ബയേന, സ്ട്രൈക്കറായിട്ട് ഓയർസബാൽ, പിന്നെ അതുപോലെ റൈറ്റ് വിങ്ങിൽ ഈ ലമീൻ യമാൽ, ഇങ്ങനെയായിരുന്നൊരു അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തു. റോഡ്രിക്ക് ഒരു നല്ലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു അവിടെ. ലമീൻ യമാൽ റൈറ്റിൽ നല്ലപോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓയർസബാൽ അങ്ങനെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ബയേന രണ്ടും ഉണ്ടായിരുന്നു, അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു, ഡിഫൻസിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ബോളൊക്കെ ഉണ്ടായിരുന്നു ബയേന, മറ്റേ അവരുടെ അറ്റാക്കിൻ്റെ ഇടയിൽ ബയേന ബാക്കിലോട്ട് ട്രാക്ക് ബാക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വന്ന് കോർണർ പോലും ഒക്കെ അത് ഗോൾ കിക്കാക്കി സ്ലൈഡ് ചെയ്ത് വന്ന് ടാക്കിൾ ചെയ്ത്. ബയേനെ നല്ല കളിയായിരുന്നു. സോ മൊത്തത്തിൽ ഓൾ ഒരു നല്ലൊരു സ്പെയിനിൻ്റെ ടീം പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. മറ്റേ കാപ്പവേർഡിൻ്റെ പോലെയല്ല, അവരുടെ ഓപ്പോസിറ്റ് കളിച്ചതുപോലെ അല്ല. ഓക്കെ, പിന്നെ അതുപോലെ കാപ്പവേർഡ് പിന്നെ മറ്റേ 2-2 എന്നുള്ളൊരു സ്കോറിന് ഉറുഗിനായിട്ട് സമനില പിടിച്ചടേ. ഇവന്മാരെന്ത് കണ്ടിട്ടാ, ഒരു ഐഡിയ ഇല്ല. 2-2 എന്നുള്ള സ്കോറിന് സമനില പിടിച്ചു ലിറ്ററലി. കാപ്പവേർഡ് അവിടെ 2 പോയിന്റ്, ഉറുഗയ്ക്ക് 2 പോയിന്റ്. സൗദി അറേബ്യ വൻ പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറാൻ ബെൽജിയത്തിനെതിരെ സമനില പിടിച്ചിട്ടുണ്ട്. സോ നല്ല പോക്കാണ് ഇപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ടീമുകളൊന്നും കുറച്ച് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ന്യൂസിലൻഡും ഈജിപ്തും കളി നടക്കുന്നുണ്ട്. 1-0 എന്നുള്ള സ്കോറിന് ന്യൂസിലൻഡ് ജയിച്ചുകൊണ്ടിരിക്കുക. കുറേ കാര്യങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ. സോ എൻ്റെ വേൾഡ് കപ്പിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.